ഇനി നമുക്കൊരു അടിപൊളി മാങ്ങാച്ചാർ ഉണ്ടാക്കാം. ഇതിനായി 3 വലിയ മാങ്ങ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും 1 ടീസ്പൂൺ കടുകും ആഡ് ചെയ്ത് ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും 3-4 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 കപ്പ് വെള്ളവും ചേർക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി മാങ്ങയ്ക്ക് അല്പം പുളി കൂടുതലാണെങ്കിൽ ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ റെഡി. അപ്പോൾ ബൈ ഫ്രം യാംടം.